നമസ്കാരം. സംസ്ഥാനത്തെ വീട്ടമ്മമാരെയും സ്ത്രീകളെയും സാമൂഹ്യക്ഷേമ പദ്ധതികളെ ആശ്രയിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെയും ഒരേപോലെ ആശങ്കയിലാഴ്ത്തുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ നിലവിലത്തെ സ്റ്റാറ്റസ്, അതിൻ്റെ അവസ്ഥ, അതിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ട് ഒക്ടോബർ മാസത്തിൽ പ്രഖ്യാപിക്കുകയും തുടർന്ന് 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിതരണം ആരംഭിക്കുകയും ചെയ്ത ഈ പദ്ധതി പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ തുടരുമോ അതോ അത് പൂർണ്ണമായിട്ട് നിർത്തലാക്കുമോ എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സംശയങ്ങളും ആശങ്കകളും നിലനിന്നിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും ഈ പെൻഷനെക്കുറിച്ച് പരാമർശമില്ലാതിരുന്നതും പുതിയ സർക്കാർ മെയ് മാസത്തെ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെല്ലാം തന്നെ കൃത്യമായി വിതരണം ചെയ്തിട്ടും സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ മാത്രം നൽകാതിരുന്നതുമാണ് ഈ ആശങ്ക ഇരട്ടിയാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ ഈ പദ്ധതിയെക്കുറിച്ച് നടത്തിയ നിർണായകമായ വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പദ്ധതി നിലവിൽ പിൻവലിക്കാനായിട്ട് സർക്കാർ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി അതേസമയം തന്നെ ഇതിൻ്റെ അർഹതാ മാനദണ്ഡങ്ങളിൽ വലിയ രീതിയിലുള്ള പുനഃപരിശോധനകൾ ആവശ്യമാണെന്ന സൂചനയുമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള AY BPL, അതായത് മഞ്ഞ, പിങ്ക് എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കാർഡ് ഉടമകളിൽ ഉൾപ്പെട്ടിട്ടുള്ള അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പദ്ധതി നിലവിൽ വന്നിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ഇതിനോടകം തന്നെ 18 ലക്ഷത്തിനടുത്ത ഗുണഭോക്താക്കൾ ഈ പെൻഷൻ ലിസ്റ്റിൽ അംഗത്വം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം 2026 ഫെബ്രുവരി മാസത്തിൽ ഏകദേശം 10 ലക്ഷം പേർക്കും തൊട്ടടുത്ത മാർച്ച് മാസത്തിൽ 16 ലക്ഷം പേർക്കുമാണ് ഈ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടുകൾ വഴി വിതരണം ചെയ്തത്. എന്നാൽ മുൻ സർക്കാർ ഈ പദ്ധതി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് തൊട്ടു മുൻപായി ധൃതി പിടിച്ച് നടപ്പിലാക്കിയത് കൊണ്ട് തന്നെ ഇതിലെ അർഹതാ മാനദണ്ഡങ്ങളൊക്കെ കർശനമായിട്ട് പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ശക്തമായിട്ടുള്ള വിലയിരുത്തലാണ് പുതിയ സംസ്ഥാന സർക്കാർ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അപ്രൂവലുകൾ നൽകിയതുവഴി സാമ്പത്തികമായി തന്നെ ഉയർന്ന പശ്ചാത്തലമുള്ളവരും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്നവരുമായിട്ടുള്ള നിരവധി അനർഹരായിട്ടുള്ള വ്യക്തികൾ ഈ ലിസ്റ്റിൽ കയറിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിൽ സർക്കാരിന് വ്യാപകമായിട്ടുള്ള പരാതികൾ ലഭിച്ചതായിട്ടും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഇതിൻ്റെ ഭീമമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത തന്നെയാണ്. നിലവിലുള്ള 18 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പുറമെ പുതുതായിട്ട് 5 ലക്ഷത്തോളം വീട്ടമ്മമാർ കൂടി ഈ പെൻഷനായിട്ട് അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. നിലച്ചിരിക്കുന്ന ഈ അപേക്ഷകൾ കൂടി വരും ദിവസങ്ങളിൽ പരിഗണിച്ച് അപ്രൂവൽ നൽകുകയാണെങ്കിൽ സംസ്ഥാനത്തെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 25 ലക്ഷത്തിനടുത്തേക്ക് ഉയരുകയും ഇത്രയും പേർക്ക് പ്രതിമാസം 1000 രൂപ വീതം കണ്ടെത്തുക എന്നത് ഖജനാവിന് വലിയൊരു ബാധ്യതയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് റേഷൻ കാർഡ് BPL ആണെങ്കിൽ പോലും കുടുംബ പശ്ചാത്തലം, അത് സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ളവരെയും അതുപോലെ തന്നെ നിലവിൽ മറ്റ് ക്ഷേമ പെൻഷനുകളോ സർക്കാർ ആനുകൂല്യങ്ങളോ കുടുംബ പെൻഷനുകളോ ഒക്കെ തന്നെ കൈപ്പറ്റുന്നവരെയും ഒക്കെ തന്നെ ഈ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ പുതിയ സർക്കാർ തീരുമാനിക്കുന്നത്. സംസ്ഥാനത്തെ സ്ഥിരതാമസക്കാരായ യഥാർത്ഥത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അഗതികളായിട്ടുള്ള വീട്ടമ്മമാർക്ക് മാത്രം ഈ തുക ലഭ്യമാകുന്ന രീതിയിൽ കർശനമായ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാനും ഇതിനായിട്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് നിലവിലുള്ള ഗുണഭോക്താക്കളെ മുഴുവൻ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനുമാണ് ഇപ്പോൾ പുതിയ സർക്കാർ ആലോചിക്കുന്നത്. പെൻഷൻ തുകയുടെ വിതരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ വിതരണത്തിന് ശേഷം പിന്നീട് ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുക നിലവിൽ ഇപ്പോൾ കുടിശ്ശികയായി കിടക്കുകയാണ്. ഇപ്പോൾ ജൂൺ മാസത്തിൻ്റെ പകുതിയും കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ മാസത്തെ തുക കൂടി ലഭിക്കാതിരുന്നാൽ തുടർച്ചയായിട്ടുള്ള 3 മാസങ്ങളിലെ തുകയായിട്ടുള്ള ആകെ 3000 രൂപയോളമാണ് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ബജറ്റിൽ ഈ പദ്ധതിക്കായി ഏകദേശം 3770 കോടിയോളം രൂപ മാറ്റിവെച്ചിരുന്നുവെങ്കിലും സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായതിനെ തുടർന്ന് ഈ വർഷത്തെ പുതിയ ബജറ്റ് വീണ്ടും അവതരിപ്പിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 19 വെള്ളിയാഴ്ച ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന പുതിയ സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിലാണ് ഈ പദ്ധതിയുടെ ഭാവി പൂർണ്ണമായിട്ട് നിർണ്ണയിക്കപ്പെടുക. ഏതായാലും നാളെ ജൂൺ 19-ാം തീയതിയാണ് ബജറ്റ് നടക്കുന്നത്. നാളത്തെ ബജറ്റിൽ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായിട്ട് പ്രത്യേകം ഫണ്ട് അനുവദിക്കുകയോ അല്ലെങ്കിൽ ഈ പദ്ധതിയെക്കുറിച്ച് അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുകയോ ചെയ്താൽ മാത്രമേ ഈ പദ്ധതി ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാത്തപക്ഷം കേവലം 2 മാസം മാത്രം വിതരണം ചെയ്തുകൊണ്ട് ഈ പദ്ധതി അത് താൽക്കാലികമായിട്ട് മരവിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും അവസാനിപ്പിക്കുകയോ ചെയ്യും. പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നയുടൻ തന്നെ സ്ത്രീകൾക്കായിട്ട് സൗജന്യ KSRTC ബസ് യാത്രയും വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയും ഉൾപ്പെടെയുള്ള നിരവധി പുതിയ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നടപ്പിലാക്കി വരുന്നു.
ഇത്തരം പുതിയ വൻകിട പദ്ധതികൾക്ക് വലിയ തുക കണ്ടെത്തേണ്ടതുണ്ട് എന്നതിനാൽ തന്നെ മുൻ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷ പെൻഷൻ അതേപടി തുടർന്നു കൊണ്ടുപോകുന്ന കാര്യത്തിൽ സർക്കാരിന് 100% ഉറപ്പ് പറയാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. എന്നിരുന്നാലും പദ്ധതി പൂർണ്ണമായിട്ട് നിർത്തലാക്കാതെ അർഹരായിട്ടുള്ള ആളുകളെ മാത്രം നിലനിർത്തിക്കൊണ്ട് അനർഹരെയൊക്കെ തന്നെ ലിസ്റ്റിൽ നിന്നും, അതായത് മുൻഗണനാ വിഭാഗത്തിൽ നിന്നുമൊക്കെ മാറ്റി APLലേക്ക് മാറ്റുന്നതടക്കമുള്ള കർശനമായിട്ടുള്ള തിരുത്തലുകളോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യതയെന്നും ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുന്നുണ്ട്. പുതുതായിട്ട് അപേക്ഷ തിരുത്തി സമർപ്പിച്ച് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ആശ്വാസമേകുന്ന തരത്തിൽ അപേക്ഷകൾ അംഗീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ കുടിശ്ശിക തുക ഘട്ടം ഘട്ടമായിട്ട് വിതരണം ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള തുക ഈ വരുന്ന ബജറ്റിൽ വകയിരുത്തുമോ എന്നാണ് ഇനി പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്. ഇതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് സംസ്ഥാനത്തെ നിലവിലുള്ള മറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെയൊക്കെ തന്നെ വിതരണം, അതിൻ്റെ തുക വർദ്ധിപ്പിക്കുമോ എന്നതൊക്കെ. തെരഞ്ഞെടുപ്പ് വാഗ്ദാന പ്രകാരം ക്ഷേമ പെൻഷനുകൾ ഒറ്റയടിക്ക് 3000 രൂപയാക്കി ഉയർത്താൻ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാരിന് സാധിക്കില്ലെങ്കിലും അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഇത്തവണത്തെ ബജറ്റിൽ ഒരു 200 രൂപയുടെയൊക്കെ പ്രാരംഭ വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ചെറിയ തുകകൾ വീതം വർദ്ധിപ്പിച്ച് പുതിയ സർക്കാരിൻ്റെ 5 വർഷത്തെ കാലാവധി അവസാനിക്കുന്നതോടെ പെൻഷൻ തുക കൃത്യമായി 3000 രൂപയിലേക്ക് എത്തിക്കാനാണ് ധനവകുപ്പ് ലക്ഷ്യമിടുന്നത്. എന്തായാലും സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ നിലനിൽപ്പും അതിൻ്റെ കുടിശ്ശിക വിതരണവും അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമ പെൻഷനുകളുടെയൊക്കെ തന്നെ വർധനവും ഉൾപ്പെടെയുള്ള എല്ലാ നിർണായക ചോദ്യങ്ങൾക്കുമുള്ള അന്തിമ ഉത്തരം അത് നാളെ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിലൂടെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും കാത്തിരുന്നേ മതിയാകും. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.